ടേണ്ടടേ കണ്ടില്ലേ പുയ്യാപ്പിള? ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടേ പുയ്യാപ്പിള മുറിക്കുന്നല്ലോ. തന്നെ ഇതിന്ന് കറി വെക്കാം കേട്ടോ. സാധാരണ വില പ്രത്യേകതൊന്നുമില്ല. സാധാരണ ഞാൻ വെക്കുന്ന തേങ്ങ അരച്ചൊരു പുയ്യാപ്പിള കറി കേട്ടോ. ഇത് സന്ധ്യക്കെല്ലാം കൊണ്ടുവന്ന വലിയ പാടാന്ന് ഞാനന്ന് വീഡിയോ പറഞ്ഞു കേട്ടോ. ഒരുപാട് ചൂളി ചെതുമ്പലില്ല മീനാണ്. ഇത് രാത്രിക്ക് കൊണ്ടുവന്ന് നട്ടപ്പരാൻ തുടങ്ങും. ഇതിപ്പോൾ നട്ടിച്ചൊക്കെയായതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഇതൊന്ന് മുറിക്കട്ടെ. മുറിച്ചിട്ട് കറി വെക്കുന്നത് നിങ്ങളെ കാണിക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. എന്നാ പിന്നെ തുടങ്ങിയാലോ. നമ്മളൊരു 1/2 കിലോ പുയ്യാപ്പിളയില്ല കേട്ടോ. ഇത് മതി, ധാരാളമാണ്. ഇതിൻ്റെ ബാക്കി ഇന്നലെ പൊരിച്ചില്ല, അതാ സത്യം. എന്നാൽ ഇത് മുറിക്കട്ടെ. ഇത് ഉപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പുറം ഉപ്പിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ചൂളിയൊന്നും പോവുകയേ ചെയ്യില്ല. മീനെല്ലാം നല്ല മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഉപ്പിട്ടിട്ടൊന്ന് പെരക്കി കഴുകാം കേട്ടോ. 1 പ്രാവശ്യം കഴുകാം കേട്ടോ. 1-2 പ്രാവശ്യം വരെ 3-4 പ്രാവശ്യം കിട്ടും. മീനെല്ലാം മുറിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് മസാലപ്പൊടി, കല്ലുപ്പ്, ഞാൻ കല്ലുപ്പാന്ന് സ്ഥിരമായിട്ട് എടുക്കൽ, കല്ലുപ്പൊടി കേട്ടോ. ഇതാ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി മുളകും പിന്നെ എരിവില്ല മുളകും കൂടി പിന്നെ ഒന്നിച്ച് പൊടിച്ചാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് പെരക്കി വെക്കാം. ബാക്കി കുറച്ച് മസാല നമുക്ക് പിന്നെ മറ്റേ കറി വേവുമ്പോൾ ഇടാം. ഇതുണ്ടല്ലോ, ഈ കറിക്ക് തീരെ വേവില്ലാത്ത മീനാണ് കേട്ടോ ഇത്. അന്നേരം പിന്നെ നമ്മൾ തേങ്ങയെല്ലാം പിന്നെ അരച്ചിരിയിൽ ഒഴിച്ച് നല്ലോണം തിളക്കുമ്പോൾ ഈ മീനിടുണ്ട്. ഇത് ഇട്ടാൽ പിന്നെ 2 തിളയെ തിളക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മീൻ വെന്തൊടിയും. അതുകൊണ്ട് ലാസ്റ്റിലെ മീനിടുണ്ട്. അതിന് മുന്നേ ചെയ്യേണ്ട അനുസാരികളെല്ലാം നമുക്ക് തയ്യാറാക്കാം. നമുക്കിതിപ്പം പെരക്കി വെക്കാം. അടുപ്പ് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റും മരണ ചൂടുവാണേ. നമുക്കത് നല്ല കുഴിയിൽ ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. ചട്ടിയിൽ വെണ്ണീരേ സാരില്ല അല്ലേ. ഇതെന്തെല്ലാം എടുക്കുന്നറിയാം, മാങ്ങ ഇട്ടിട്ടാണ് ഈ കറി വെക്കുന്നത്. മാങ്ങ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പുയ്യാപ്പിള കറി വെച്ചിട്ടുണ്ടോ? മാരക ടേസ്റ്റാണ്, അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. എത്ര ചോറുണ്ടായാലും മതിയാവില്ല. അതുകൊണ്ട് മാങ്ങ, ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, 2 പച്ചമുളക്, ചെറിയ മുളക് അല്ല ചെറിയ പിന്നെ ഉള്ളി, കുഞ്ഞുള്ളിയില്ലേ നമ്മളെ കുഞ്ഞുള്ളി, തക്കാളി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. ആദ്യം മാങ്ങയിടാം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം വെന്തിട്ട് പിന്നെ നമുക്ക് മീനിട്ടാൽ മതി കേട്ടോ. ഒന്ന് വേവട്ടെ. മാങ്ങ വെന്ത് അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങട്ടെ കേട്ടോ. അതുകൊണ്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളുണ്ടല്ലോ 3 ഭാഗമായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ലേശം മീനിൽ നമ്മൾ കുറച്ച് ഇട്ടേ. ഇനി കുറച്ച് കറിയിൽ പിന്നെ തേങ്ങ അരക്കുമ്പോൾ ഞാൻ ലേശം മഞ്ഞപ്പൊടി ഇട്ടും. കാരണം ആ അരവിനൊരു കളർ കിട്ടും. ഇല്ലെങ്കിൽ വെള്ള കളറായിരിക്കും കറി. അതുകൊണ്ട് കുറച്ച് പിന്നെ മഞ്ഞപ്പൊടി ഇട്ടു. 1 സ്പൂണ് മുളക് പൊടി നമ്മൾ മുന്നേ ഇട്ടിട്ടേ. 1 സ്പൂണും കൂടി മുളക് പൊടി ഇടാം കേട്ടോ. നല്ല എരിവെല്ലാം ഉണ്ട്, ഇടാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത പരിപാടി നോക്കാം. അടച്ചു വെക്കാം കേട്ടോ. അടച്ച് വേവട്ടെ. ഇത് മാങ്ങയും തക്കാളിയെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്കിത് അരക്കാം. തേങ്ങ അരച്ചിട്ട് മീൻകറി വെക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടേ. 1 മുറി തേങ്ങ നല്ലോണം എടുത്തിന് കേട്ടോ. പിന്നെ കറിവേപ്പില ഞാൻ വെറുതെ വെച്ചത്, അത് നമുക്ക് വറവിടുമ്പോടെ. പിന്നെ തക്കാളി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തക്കാളി ഇടുന്നത് കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അരക്കുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി. നിങ്ങൾ എത്ര ആൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉപയോഗിക്കും. മാങ്ങ ഇടുന്ന കറിക്ക് വെളുത്തുള്ളി ഇട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ 1 നുള്ളി ജീരകം. നിങ്ങൾ മീൻകറിയിൽ ജീരകം ഉപയോഗിക്കണ്ട, ചെറിയ ജീരകമാണ് നമ്മളിങ്ങോട്ടെല്ലാം ഉപയോഗിക്കും കേട്ടോ. അതൊരു ടേസ്റ്റാണ്. ഇതില്ലാണ്ടും വെക്കാം, ഉണ്ടായിട്ടും വെക്കാം കേട്ടോ. ഞാനത് ഇടലുണ്ട്. പിന്നെ 1 നുള്ളി മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ ഒന്നും അറിയില്ല, ഗീതേശ്വര മിക്സിക്ക് കുറവാണ്. കുറച്ച് ആൾക്കാർ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ. ഒരുപാട് നാളായി അവർ പറയുന്നത് കേട്ടോ. പക്ഷേ ഈ ലോങ് വീഡിയോയിലേ നമുക്ക് വിഷ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ 1 മിനിറ്റിലെടുക്കുന്ന റീലൊന്നും വിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ പേര് പറയാം. ബീന ബാലൻ, കുറേ ആയി പറയുന്നത് കേട്ടോ. ബീന ബാലൻ, രശ്മി നമ്പ്യാർ, പിന്നെ രഞ്ജന നാഥ്, സുധാ സന്തോഷ് ചുഴലി, പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിന് റിസ്വാന, ഷമ്മി പ്രമോദ്, നന്ദു, ഷെറീജ അപ്പുകൂട്ടൻ. ഷെറീജയ്ക്ക് ഞാൻ എപ്പോൾ ഹായ് പറയുന്നത്, പക്ഷേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും പിന്നെയും പറയാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും ഗീതേച്ചി വിഷ് ചെയ്തിട്ട് ഇനിയും ഗീതേച്ചിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതൊന്ന് അടച്ച് വെക്കേ. കുറച്ചും കൂടി തിളക്കട്ട്. മൂടി അടക്കണ്ടേ. മൂടി അടച്ചാൽ അരവ് പുറത്തേക്ക് വരും. നമുക്ക് ചെറുങ്ങനെ തുറന്നിട്ട് പിന്നെ അടച്ച് വെക്കാം. അരവെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടാ നല്ലോണം തിളച്ച് ആ തേങ്ങയുടെ പച്ച പിന്നെ കുത്തലെല്ലാം വെന്തുവേ. ഇനി നമുക്കിതാ കേട്ടില്ല നേരത്തെ പിന്നെ മുളകെല്ലാം പെരക്കി വെച്ച മീൻ അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഒറ്റപ്പടി വേവില്ലാത്ത മീനാണ് ഇതാ. ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. ഇത് വെക്കുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ കുറേ സമയം വെച്ച് തിളപ്പിച്ചാലുണ്ടല്ലോ പിന്നെ മുള്ളേ കിട്ടൂല കറിയത്. ഇനി നമുക്കിതൊന്ന് കയ്യിലൊന്നും ഇടാണ്ട് അടന്നേ ഒരു 5 മിനിറ്റ് തിളക്കട്ടെ. നല്ലോണം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടേ. ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ. നല്ലോണം ഇതാ കണ്ട കറി തിളച്ച് വരുന്നു. നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. അത് കളക്കാനൊന്നും പറ്റില്ല, മീൻ പൊടിഞ്ഞു.
കുറച്ച് ഉപ്പ് കുറവുണ്ട്, ലേശം ഉപ്പിട്ട് കൊടുക്കേ. ഞാൻ കല്ലുപ്പാന്ന് മീനെല്ലാം ഉപയോഗിക്കൽ. ലേശം ഒരു ഇത്ര പേര് ഉപ്പിട്ട് കൊടുക്കേ. പിന്നെ കുറച്ച് ഉലുവപ്പൊടി, എന്താ കണ്ടില്ലേ, ഉലുവപ്പൊടിയാണ് മീനിൻ്റെ ടേസ്റ്റ്. ഒരുപാടൊന്നും ഉണ്ടാ, ഇപ്പോൾ ഞാൻ പറയുന്നതാണ്. കുറച്ച് മതിയേ. ഒരു 5 മിനിറ്റും കൂടി അതിന് ചെറുങ്ങനെ വേവട്ടെ കേട്ടോ. എന്നപാട് വാങ്ങാം. കറിയെല്ലാം നല്ല പാകമായി, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നിത് ചുറ്റിച്ച് കൊടുക്കേ. കയ്യിലിട്ട് ഇളക്കാൻ എന്തായാലും ആവില്ല. നമുക്കിത് വാങ്ങി വെക്കേ. കറിയെല്ലായി. തേങ്ങ അരച്ച പണ്ടൊന്നും അധികം തിളപ്പിക്കൂല കേട്ടോ. ഇനി ചീനിച്ചട്ടി വെച്ച് കൊടുക്കേ. നമുക്ക് വറുത്തിടണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാവട്ടെ. നമുക്കിതാ ചെറിയ ഉള്ളി ഉണ്ട്, മുറിച്ച് വെച്ചിട്ട് അത് പിന്നെ വറുത്തിടാം. നിങ്ങൾ മീൻ കറി വെച്ചാൽ വറുത്തിടലുണ്ടോ? ചിലവരൊന്നും വറവിടൂല കേട്ടോ. വറവിടേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ചതിന്. എന്നാലും എണ്ണ നല്ലവണ്ണം ചൂടായി. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റും ഉണ്ടാവും, നല്ല മണമായിരിക്കും. കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മണം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കേ. ശരിക്കും എൻ്റെ അമ്മയിലുണ്ടല്ലോ, വറവിട്ട് അന്നേരം അടച്ചു വെക്കും പാത്രം. പിന്നെ അതിൻ്റെ മണം പുറത്ത് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. കണ്ടില്ലേ നമ്മൾ മീൻകറി ഉണ്ടോ, നല്ല പിന്നെ ചാറും കഷ്ണം അത് കണ്ടോ. എങ്ങനെയുണ്ട് പുയ്യാപ്പിളക്കറി? ഞാൻ ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെ നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് ഗീതച്ചോട് പറയണേ. ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂട് ചോറുണ്ടെന്ന് വെച്ചാൽ തിന്നാൻ വേറെ കറിയൊന്നും വേണ്ട, അത്രയും ചോറ് തിന്നു. നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഗീതച്ചോട് പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. സ്വന്തം ഗീതച്ചി.